നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ഈ ലോകത്തിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നാച്ചുറൽ എയറോഡൈനാമിക് ഡിസൈനാണ്. അതും എനിക്കിത് കിട്ടിയത് എൻ്റെ വീടിന്റെ മുറ്റത്ത് നിന്നാണ്. ഈ ഒരു സംഭവത്തെ നമ്മൾ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇത് എത്രത്തോളം കെയർഫുള്ളി ഡിസൈൻഡ് ആണെന്നുള്ള ഒരു കാര്യം നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതായത് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ഒരു ഡ്രോണിന്റെ പ്രൊപ്പലർ ആണ്. ഈ പ്രൊപ്പലറിനോടൊപ്പം തന്നെ ഞാൻ ഈ ഒരു സംഭവത്തെ വച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് തമ്മിൽ വലിയ വ്യത്യാസമൊന്നും കാണാൻ കഴിയില്ല. ഇതിന്റെ പിച്ചും അതിന്റെ ഡിസൈനും അതിന്റെ ആംഗിൾസും അതിന്റെ ആ ഒരു സ്ട്രക്ചർ, കോർ സ്ട്രക്ചറും എല്ലാം വളരെയധികം സെയിം ആയിട്ടായിരിക്കും നമുക്ക് തോന്നുക. എന്നാൽ നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു ഡ്രോണിന്റെ പ്രൊപ്പലർ ഉണ്ടാക്കിയെടുക്കാൻ ഒരുപാട് വർഷങ്ങളുടെ ട്രയൽ ആൻഡ് എറർ ആണ് വേണ്ടി വന്നത്. ആദ്യം നമ്മൾ ഒന്നുണ്ടാക്കും, പരീക്ഷിച്ച് നോക്കും, വീണ്ടും ഉണ്ടാക്കും, പരീക്ഷിച്ച് നോക്കും. അങ്ങനെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ എത്തണ വരെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കും. ഈ പ്രൊപ്പലർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് ആധുനിക ടെക്നോളജികളുടെ സഹായം ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം എന്താ വെച്ചാൽ ഈ പ്രൊപ്പലർ ഉണ്ടാക്കി എടുത്തിരിക്കുന്നത് ഒരു ഇന്റലിജന്റ് ആയിട്ടുള്ള സ്പീഷീസ് ആണ്. ഇത്ര അധികം കോംപ്ലക്സ് ആയിട്ടുള്ള സ്പീഷീസ് ഉണ്ടാക്കിയെടുത്ത ഇത്തരത്തിലുള്ള ഒരു സംഭവം എങ്ങനെയാണ് പ്രകൃതിക്ക് ഒരു രീതിയിലുള്ള സഹായവും ഇല്ലാണ്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞത്? ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. ഒരുപാട് ആൾക്കാരുടെ മനസ്സിൽ ചെറുപ്പകാലം പോലെ ഉറങ്ങിക്കിടക്കുന്ന ഒരു സംശയം കൂടി ആയിരിക്കും ഇത്. അപ്പോൾ നമുക്ക് ആ ഒരു സംശയം ക്ലിയർ ചെയ്യാം. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ സ്ഥിരം ഞാൻ കാണുന്ന ഒരു കാഴ്ചയാണ് ഹെലികോപ്റ്റർ പോലത്തെ എന്തോ ഒരു സംഭവം മരത്തിൽ നിന്ന് ഇങ്ങനെ വീഴുന്നതായിട്ട്. ഞാൻ സ്കൂൾ മാറി പഠിക്കാത്തത് കൊണ്ട് തന്നെ ചെറുപ്പം പോലെ തന്നെ ഞാൻ ഈ ഒരു സംഭവം ഡെയിലി ബേസിസിൽ കാണുന്നുണ്ട്. അങ്ങനെ ഒരു പ്രായം എത്തിയപ്പോഴാണ് ഞാൻ ആ ഒരു ചോദ്യം ചോദിക്കുന്നത്, എങ്ങനെയാണ് പ്രകൃതിക്ക് ഈ ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞത്? ഇതിനുള്ള ഉത്തരം തേടി ഞാൻ പല ടീച്ചേഴ്സിന്റെ അടുത്ത് ചോദിച്ചെങ്കിലും അവരെല്ലാരും പറയുന്നത് ഇതൊരു നാച്ചുറൽ സെലക്ഷൻ വഴി വന്നതാണെന്നാണ്. അപ്പൊ എന്താണ് ശരിക്കും ദ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ജിറാഫ് എന്നുള്ളൊരു പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ആ നീളമുള്ള കഴുത്താണ്. പക്ഷെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, ഒരുപാട് എന്ന് പറയുമ്പോൾ മില്യൺസ് ഓഫ് വർഷങ്ങൾക്ക് മുമ്പ് ജിറാഫിന്റെ കഴുത്തുകൾക്ക് പല പല നീളങ്ങളായിരുന്നു. ചിലത് ചെറിയ നീളമുള്ളതുണ്ടാവും, ചിലപ്പോൾ ഒരുപാട് വലിയ നീളമുള്ളതുണ്ടാവും. അങ്ങനെ ഡിഫറെന്റ് ലെങ്ത് ഉള്ള കഴുത്തുള്ള ജിറാഫുകളായിരുന്നു മില്യൺസ് ഓഫ് വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്നത്. ഇവിടെ കഴുത്തിന് നീളം കുറഞ്ഞ ജിറാഫുകൾക്ക് ഭക്ഷണം കിട്ടണമെങ്കിൽ എന്തെങ്കിലും ഹൈറ്റ് കുറഞ്ഞ മരങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുഷോ അവിടെ നിന്നൊക്കെ ആയിരിക്കും ഇത് ഇല കഴിക്കുക. പക്ഷെ മിക്ക സമയത്തും ഇവർക്ക് വേണ്ടത്ര ഭക്ഷണവും ഇവർക്ക് വേണ്ടത്ര ന്യൂട്രീഷനും ഈ ചെറിയ മരങ്ങളിൽ നിന്ന് കിട്ടാറില്ല. പക്ഷെ നേരെ മറിച്ച് കഴുത്തിന് നീളമുള്ള ജിറാഫുകൾക്ക് ഭക്ഷണമെല്ലാം വളരെ സുലഭമായി കിട്ടുന്നുണ്ടായിരുന്നു. കാരണം ഒരുപാട് ഇലകളെല്ലാം മരത്തിന്റെ മുകളിലുണ്ടായിരുന്നു, അവർക്ക് ഈസി ആയിട്ട് അതൊക്കെ കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഈ കുഴപ്പമുള്ളത് കൊണ്ട് തന്നെ കഴുത്തിന് പൊക്കമില്ലാത്ത ജിറാഫുകളുടെ എണ്ണമെല്ലാം പയ്യെ പയ്യെ കുറഞ്ഞു വന്നു. പക്ഷെ കഴുത്തിന് നീളമുള്ള ജിറാഫുകൾക്ക് ഒരുപാട് ഭക്ഷണം സുലഭമായി കിട്ടുന്നത് കൊണ്ട് തന്നെ അത് കോടിക്കണക്കിന് വർഷങ്ങൾ സർവൈവ് ചെയ്തു. അങ്ങനെ ഇത്തരം വർഷങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ഈ കഴുത്തിന് പൊക്കമില്ലാത്ത ജിറാഫുകൾ ഒട്ടും തന്നെ സർവൈവ് ചെയ്തില്ല. അവസാനത്തെ കണ്ണിയും അവിടെ തീർന്നുപോയി. ഇവിടെ എന്താണ് ശരിക്കും സംഭവിച്ചിരിക്കുന്നത്? പ്രകൃതിയുടെ ഒരു സോർട്ടിംഗ് ആണ്. അതായത് സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഏറ്റവും കൂടുതൽ ആ ഒരു എൻവയോൺമെന്റ് ആയിട്ട്, അതായത് പ്രകൃതിയുമായിട്ട് ഇണങ്ങി ജീവിക്കാൻ കഴിയുന്ന ആൾക്കാർക്ക് മാത്രമാണ് ലോങ് ടേമിലേക്ക് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു സംഭവമാണ് ശരിക്കും ഇവിടെ നടന്നിരിക്കുന്നത്. ആ ഒരു ഫിൽട്രേഷൻ ആണ് ശരിക്കും ഇവിടെ നടന്നിരിക്കുന്നത്. ഞാനിപ്പോ ഈ പറഞ്ഞതിന് എന്ത് തെളിവാണുള്ളത് എന്നുള്ളൊരു ചോദ്യം നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ അതിനുള്ള ഒരുപാട് ഫോസിൽസും കാര്യങ്ങളെല്ലാം നമുക്ക് പണ്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഫോസിൽ റെക്കോർഡ്സിലൂടെയാണ് ഇത്രയും 1000 വർഷങ്ങൾക്ക് മുമ്പ് കഴുത്തിന് പൊക്കമില്ലാത്ത ജിറാഫുകൾ ജീവിച്ചിരുന്നിട്ടുള്ള ഒരു ഡാറ്റാസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത്. അങ്ങനെ 2025 ഈ ഒരു ദിവസം നിങ്ങൾ ചുറ്റും കാണുന്ന മൃഗങ്ങളെല്ലാം നിങ്ങൾ ഉൾപ്പെടെ ഇതേപോലെ ഒരു നാച്ചുറൽ സെലക്ഷൻ വഴി ഇവോൾവ് ആയി വന്നിരിക്കുന്ന ഒരു സ്പീഷീസ് ആണ്. ഈ പ്രകൃതിയിൽ കാണുന്ന എല്ലാ ജീവജാലങ്ങളുടെയും ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്ന ആ ഒരു സ്റ്റേറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ തിരിച്ചറിയാൻ പോലും പറ്റില്ല. പക്ഷെ ഇവിടെ ഞാൻ പറഞ്ഞ ജിറാഫിന്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ജിറാഫിന് ജീവനുണ്ട്. അതൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ലിവിങ് ഓർഗാനിസം ആണ്. അതിന് ബ്രെയിൻ ഉണ്ട്, അതിന് ചിന്തിക്കാനുള്ള കഴിവുണ്ട്, അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. പക്ഷേ ഒരു മരം നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള നെറ്റ്വർക്കോ ഇതേപോലെയുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ബ്രെയിനോ അങ്ങനെയുള്ള ഒരു സംഭവം നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷെ എങ്ങനെയാണ് ജീവനില്ലാത്തൊരു വസ്തു, ഇപ്പൊ മരങ്ങൾക്ക് ജീവനുണ്ടെന്ന് പറയുന്നുണ്ട്, പക്ഷെ ഈ ജീവനില്ലാത്ത ഇങ്ങനത്തെ ഒരു വസ്തുവില് ഇത്തരത്തിലുള്ള എവല്യൂഷൻ എങ്ങനെയാണ് സാധിക്കുന്നത്? അതും നിസ്സാര രീതിയിലുള്ള എവല്യൂഷൻ അല്ല ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഒരു മോഡേൺ ഡേ ഹൈ പെർഫോമൻസ് ഡ്രോണിന്റെ പ്രൊപ്പലർ ഡിസൈൻ എന്താണോ അതാണ് ശരിക്കും നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നത്. മരങ്ങൾക്ക് ചിന്തിക്കാനോ കാണാനുള്ള കഴിവില്ലാഞ്ഞിട്ട് പോലും എങ്ങനെയാണ് ഇത്തരത്തിലുള്ള എയറോഡൈനാമിക് മാർവൽ അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞത്? ഈ ചോദ്യത്തിന്റെ പ്രാധാന്യം എന്താണ് ഞാനിപ്പോ പറഞ്ഞുതരാം. ഇത് ശരിക്കും മഹാഗണി എന്ന് പറയുന്ന മരത്തിന്റെ കുരുവാണ്. ഈ കുരു ആ മരത്തിൽ നിന്ന് വീഴുമ്പോഴാണ് ഇത് ഹെലികോപ്റ്റർ പോലെ കറങ്ങി താഴേക്ക് വീഴുന്നത്. അതായത് ഈ കുരു ഈ പറയുന്ന പോലെ ഒരു ഹെലികോപ്റ്റർ പോലെ പറന്നു പോകുന്നുണ്ടോ, അത് ദൂരേക്ക് പോകുന്നുണ്ടോ എന്ന് കാണാനോ അത് ഫീൽ ചെയ്യാനോ അത് അറിയാനോ ഉള്ള ഒരു സിസ്റ്റം ശരിക്കും ആ മരത്തിനില്ല.
അതുകൊണ്ട് ഈ കുരുക്ക് ഏത് ഡിസൈനിൽ വേണമെങ്കിലും ഉണ്ടാവും. ഇപ്പൊ സാധാരണ കാണുന്ന ഒരു കുരു പോലെ ആവാം, ഏത് ഡിസൈനിൽ വേണമെങ്കിലും ആവാം. പക്ഷെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു എയറോഡൈനാമിക് ഡിസൈൻ ഈ കുരുക്ക് വന്നത്? അതൊരു ചോദ്യമാണ്. ഈ കുരു ജിറാഫിന്റെ മേത്താണ് ഉണ്ടാവുന്നതെന്ന് വിചാരിക്കുക, ജിറാഫിന്റെ തലയിൽ എവിടെയെങ്കിലാണ് ഉണ്ടാവുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു സംഭവം താഴത്തേക്ക് വീഴുമ്പോൾ ഇതിങ്ങനെ ഹെലികോപ്റ്റർ പോലെ പറന്ന് ദൂരേക്ക് പോകുന്നത് ഈ ജിറാഫിന് കാണാൻ കഴിയുന്ന നമുക്ക് വിചാരിക്കാം. പക്ഷെ മരത്തിന് ഈ ഒരു സംഭവത്തെ സെൻസ് ചെയ്യാൻ കഴിയില്ല. കാരണം മരവും ആ ഒരു കുരുവുമായിട്ടുള്ള ആ ഒരു ബന്ധം വിടുന്നത് എപ്പോഴാണ്? ഈ കുരു താഴത്തേക്ക് വീഴുമ്പോൾ മാത്രമാണ്. എന്നാൽ ഈ ബന്ധം വിടുമ്പോഴാണ് ഈ ഒരു സംഭവത്തിന്റെ ആ ഒരു പേർപ്പസ്, അതായത് ഇങ്ങനെ കറങ്ങി പോകുന്ന ഒരു പേർപ്പസ് സെർവ് ചെയ്യുന്നത്. അപ്പോ ഇതെങ്ങനെയാണ് ശരിക്കും സംഭവിക്കുന്നത്? ഒരുപാട് ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് മഹാഗണി എന്ന് പറയുന്ന ഈ ഒരു മരം ഇങ്ങനെ ആയിരിക്കില്ല. ആ കാലങ്ങളിലെല്ലാം മഹാഗണിയിൽ കണ്ടുവരുന്ന വിത്തുകൾ സാധാരണ നമ്മൾ ചെടിയിൽ കണ്ടുവരുന്ന ഒരു വിത്തുകളായിരിക്കാം. അതായത് ഈ ഒരു ഷേപ്പുമായിട്ട് യാതൊരു ബന്ധം ഉണ്ടായിരുന്നിരിക്കില്ല. അങ്ങനെ ഒരു സമയത്തുമ്പോൾ ഈ കുരുക്കളെല്ലാം സാധാരണ കുരുക്കൾ താഴേക്ക് വീഴുന്നത് പോലെ ഈ മരത്തിന്റെ ചോട്ടിലേക്ക് വീണിട്ടുണ്ടാവാം. ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഈ മരത്തിനോട് ചേർന്ന് ജീവിക്കുന്ന മറ്റുള്ള ജീവജാലങ്ങൾ ഈ കുരുക്കളെ ഭക്ഷിച്ചിട്ടുണ്ടാവാം, അത് കഴിച്ചിട്ടുണ്ടാവാം. പക്ഷേ ഈ മരത്തിന് ഭാവിയിലോട്ട് സർവൈവ് ചെയ്യണമെങ്കിൽ ഈ മരത്തിന് റീപ്രൊഡ്യൂസ് ചെയ്തേ തീരൂ. ഈ മരം റീപ്രൊഡ്യൂസ് ചെയ്യുന്നതാവട്ടെ ഈ കുരുക്കൾ താഴത്തേക്ക് വീണത് വീണ്ടും പൊട്ടി മുളയ്ക്കുമ്പോഴാണ്. എന്നാൽ ഈ താഴത്തേക്ക് വീഴുന്ന കുരു ആവട്ടെ മറ്റുള്ള ജീവജാലങ്ങളെല്ലാം ഭക്ഷിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് വർഷങ്ങൾ മുന്നോട്ട് പോയപ്പോൾ മഹാഗണിയിൽ തന്നെ കണ്ടുവരുന്ന ഒരു കുരു അറിയാണ്ട് എലോങ്ങേറ്റ് ചെയ്ത് വന്നു. അതായത് ചെറിയൊരു ഈ ഒരു രൂപത്തിൽ ഉണ്ടായെന്ന് വിചാരിക്കാം. അതായത് ബാക്കിയുള്ള കുരുക്കളെല്ലാം കംപ്ലീറ്റ്ലി നോർമൽ ആയിട്ടുള്ള കുരുക്കളായിരുന്നു. പക്ഷെ ഒരു കുരു മാത്രം ഇതേപോലെ പയ്യൊന്ന് നീണ്ടു വളർന്നു വന്നു എന്ന് വിചാരിക്കാം. ആ സമയത്ത് ഈ മരത്തിന് ലഭിച്ച എന്തെങ്കിലും ന്യൂട്രീഷൻ ഇംബാലൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു കുരു ഉണ്ടായെന്ന് വിചാരിക്കാം. അങ്ങനെ എപ്പോഴത്തെയും പോലെ സാധാരണ കുരുക്കൾ താഴേക്ക് വീഴുന്ന രീതിയിൽ തന്നെ ഈ ഒരു കുരും താഴേക്ക് വീണു. പക്ഷെ ഇവിടുത്തെ ഒരു വ്യത്യാസം എന്താ വെച്ചാൽ ഈ കുരു നേരെ താഴേക്കല്ല വീണത്. ഇത് ചെറുതായിട്ട് ഇങ്ങനെ നീണ്ടത് കൊണ്ട് തന്നെ ഈ കുരു കറങ്ങി കറങ്ങി തൊട്ടപ്പുറത്താണ് പോയി കിടന്നത്. ഒരു 10-20 മീറ്റർ അപ്പുറത്താണ് പോയി നിന്നതെന്ന് വിചാരിക്കാം. ഈ കുരു ഇത്ര ദൂരത്ത് വന്ന് വീണത് കൊണ്ട് തന്നെ മറ്റുള്ള ജീവജാലങ്ങളൊന്നും ഈ കുരുവിനെ ശ്രദ്ധിക്കുകയും ചെയ്തില്ല, അതിനെ ഭക്ഷിക്കുകയും ചെയ്തില്ല. അങ്ങനെ ഒരുപാട് വർഷങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ഈ കുരു വളർന്ന് ഒരു പുതിയ മഹാഗണി മരമായിട്ട് തീർന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ പുതുതായിട്ട് വളർന്നിരിക്കുന്ന മഹാഗണി മരത്തിൽ നിന്ന് ഉണ്ടാവുന്ന കായകളെല്ലാം, അവിടെ ഉണ്ടാകുന്ന കുരുക്കളെല്ലാം ഇതുപോലുള്ള എലോങ്ങേറ്റഡ് ആയിട്ടുള്ള നീളമുള്ള കുരുക്കളായിരിക്കാം ഉണ്ടാവുന്നത്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്താ വെച്ചാൽ ആദ്യത്തെ മരത്തിന് അറിയില്ല ഈ പറയുന്ന രണ്ടാമത്തെ മരം അത് സർവൈവ് ചെയ്യുന്നുണ്ടെന്നും അതിന്റെ കുരു ഇതേപോലെ എലോങ്ങേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം ആദ്യത്തെ മരത്തിന് ഒരിക്കലും അറിയാൻ വഴിയില്ല. ആദ്യത്തെ മരം പണ്ട് എങ്ങനെയാണ് വിത്തുകൾ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ വീണ്ടും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഒരുപാട് വർഷങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ഈ ആദ്യത്തെ മഹാഗണി മരം നശിച്ചു പോയി എന്ന് വിചാരിക്കുക. അത് എന്തോ പറ്റി ചീത്തായി പോയി എന്ന് വിചാരിക്കുക. ഇവിടെ ആകെ സർവൈവ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഒരു കുരുവുള്ള ഒരു മഹാഗണി മരം എന്ന് വിചാരിക്കുക. പക്ഷേ ഈ കുരു കുഴപ്പമുണ്ട്. ഇത് അധികം ദൂരം ട്രാവൽ ചെയ്യില്ല. ഒരു 10-20 മീറ്റർ മാത്രമാണ് ഈ ഒരു സംഭവം കറങ്ങി കറങ്ങി പോവുള്ളൂ. അതും നേരത്തെ പോലെ തന്നെ ഈ 20 മീറ്റർ റേഡിയസിന്റെ അകത്ത് ഒരുപാട് മരങ്ങൾ ഇങ്ങനെ പൊട്ടിമുളച്ചു വന്നു. അപ്പോ ഈ കുരുക്കൾ ഭക്ഷിക്കാനുള്ള ജീവജാലങ്ങളുടെ എണ്ണവും അവിടെ കൂടി വന്നു. അങ്ങനെ വീണ്ടും ഒരുപാട് വർഷങ്ങൾ മുന്നോട്ട് പോയപ്പോൾ എന്തെങ്കിലും ഒരു ന്യൂട്രീഷന്റെ ഇംബാലൻസ് ഏതെങ്കിലും ഒരു മരത്തിന് വന്നു എന്ന് വിചാരിക്കാം. അപ്പോ അത് വന്നപ്പോഴാണ് ഇതേപോലുള്ള വളരെ ലെങ്ത് ഉള്ള, അതായത് നേരത്തെ വെച്ച് നോക്കുമ്പോൾ വളരെയധികം ലെങ്ത് കൂടിയ ഒരു കുരു അതിനകത്ത് ഇങ്ങനെ ഉണ്ടാവുന്നതും അത് ഇതേപോലെ താഴത്തേക്ക് വീഴുന്നതും. അതും ആ സമയത്ത് ഈ കുരു ഒരു 20 മീറ്റർ പോകുന്നതിന് പകരം ഒരു 100 മീറ്റർ ദൂരത്ത് മാറിയിട്ടാണ് നിന്നത്. അങ്ങനെ ഈ ഒരു വിത്ത് മുളച്ച് വലിയൊരു മഹാഗണി മരം എന്ന് വിചാരിക്കുക. ഇതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന കുരുക്കളാവട്ടെ ഇതേപോലുള്ള ഒരു തരത്തിൽ ഫാൻ പോലത്തെ ഒരു സംഭവമാണ് ശരിക്കും അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഈ ഒരു സൈക്കിൾ കണ്ടിന്യൂ ചെയ്ത് 2025 വരെ എടുത്തെന്ന് വിചാരിക്കുക. എന്റെ വീടിന്റെ മുമ്പിൽ ഇങ്ങനത്തെ ഒരു മരം വന്ന് ഇവോൾവ് ആയി വന്ന് നിൽക്കുക എന്ന് വിചാരിക്കുക. ഇത്രയും വർഷങ്ങൾ മുന്നോട്ട് പോയത് കൊണ്ട് തന്നെ പ്രകൃതിയുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ കഴിയുന്ന ആ പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഒരു ബാലൻസിൽ നിൽക്കുന്ന ആ ഒരു കുരുയുടെ ഷേപ്പ് ആയിരിക്കാം ഈ വർഷങ്ങളിലൂടെ സർവൈവ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോ ആ കുരു മൂലം ഉണ്ടായ ഒരു മരമായിരിക്കാം ഇപ്പോഴത്തെ ഒരു മഹാഗണി മരം എന്ന് പറയുന്നത്. അതുകൊണ്ടായിരിക്കും വളരെയധികം എയറോഡൈനാമിക്കലി അക്യുറേറ്റ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള സ്പെസിമെൻസ് എല്ലാം നമുക്ക് പ്രകൃതിയിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അപ്പോൾ പ്രകൃതി ഒരുക്കുന്ന പ്രതിസന്ധികളെല്ലാം അഡാപ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ അതിജീവിക്കാൻ കഴിയുന്ന സ്പീഷീസ് മാത്രമാണ് സർവൈവ് ചെയ്യുള്ളൂ. അതായത് നമ്മളിപ്പോൾ മോഡേൺ ഡേയിലൊക്കെ IT കമ്പനിയിലൊക്കെ പോയി കഴിഞ്ഞാൽ സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് എന്നുള്ള ഒരു വാക്ക് നമുക്ക് എപ്പോഴും കേൾക്കാവുന്ന ഒരു കാര്യമാണ്. ആ ഒരു സംഭവം പ്രകൃതിപരമായിട്ട് നടക്കുന്നതാണ് ശരിക്കും ദ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്നത്. ഇത് പെട്ടെന്ന് പറഞ്ഞു പോകാൻ പറ്റിയ ഒരു ടോപ്പിക് ആണെങ്കിലും ഈ ഒരു ഷേപ്പിലേക്ക് എത്തിയെടുക്കാൻ വേണ്ടി എത്ര കോടി വർഷങ്ങൾ എടുത്തു എന്നുള്ളൊരു കാര്യം ഇപ്പോഴും നമുക്കറിയില്ല.
എവല്യൂഷന്റെ ഓരോ സ്റ്റെപ്പിലും ചെറിയ ചെറിയ ചേഞ്ചസ് ഒക്കെ ഉണ്ടായി വന്നിട്ടാണ് 2025 ഇപ്പൊ നമുക്ക് കാണാവുന്ന ഈ ഒരു ഫൈനൽ ഫോം എത്തിയിരിക്കുന്നത്. ഇവിടെ ഒരു ജീവജാലത്തിന്റെ കരുത്തിലോ വലിപ്പത്തിലോ അല്ല കാര്യം ഇരിക്കുന്നത്. അതിന് എന്തോരം നേച്ചറുമായിട്ട് പ്രകൃതിയുമായിട്ട് അഡാപ്റ്റ് ചെയ്ത് ജീവിക്കാൻ കഴിയുന്നോ അവരായിരിക്കാം ഒരുപാട് വർഷങ്ങൾ കൂടുതൽ സർവൈവ് ചെയ്യുന്നത്. ഞാനിപ്പോ ഈ പറഞ്ഞ പോയിന്റിന്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് ഡൈനോസേഴ്സ് എന്ന് പറയുന്നത്. ആ ഉൽക്ക വന്ന് വീണത് കൊണ്ട് തന്നെ അവിടെ ആദ്യം തന്നെ ഇല്ലാണ്ടായി പോയത്, കംപ്ലീറ്റ്ലി വൈപ്പ് ചെയ്ത് പോയത് ജുറാസിക് സ്പീഷീസ് ആണ്. പക്ഷെ അവിടെ സർവൈവ് ചെയ്തതാവട്ടെ ചെറിയ ചെറിയ മൊയലുകളായിക്കോട്ടെ, എലികളായിക്കോട്ടെ, അങ്ങനെ ചെറിയ ചെറിയ മണ്ണിന്റെ അടിയിൽ ഒളിക്കാൻ കഴിയുന്ന ചെറിയ ചെറിയ, അതായത് പ്രകൃതിയുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ കഴിയുന്ന, പ്രകൃതി ഒരുക്കുന്ന ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിക്കാൻ കഴിയുന്ന ജീവജാലങ്ങൾ മാത്രമാണ് സർവൈവ് ചെയ്യുള്ളൂ. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റും അവിടെ ഇവിടെയും പറന്ന് നടക്കുന്ന കിളികളുടെ ആൻസിസ്റ്റർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഡൈനോസേഴ്സ്, പറക്കുന്ന ഡൈനോസേഴ്സ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ പറയുന്ന ഉൽക്ക വന്ന് വീണപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ സർവൈവ് ചെയ്തിരിക്കുന്ന ഡൈനോസർ സ്പീഷീസ് എന്ന് പറയുന്നത് തന്നെ പറക്കാൻ കഴിയുന്ന ഡൈനോസേഴ്സ് ആണ്. അപ്പോ പ്രകൃതി ഒരുക്കിയ ആ ഒരു പ്രതിസന്ധിയെ അതിജീവിച്ചത് ഈ പറയുന്ന പറക്കുന്ന ഡൈനോസേഴ്സ് ആണ്. അത് ഒരുപാട് വർഷങ്ങൾ മുന്നോട്ട് വന്ന് ഇപ്പൊ 2025 ഈ ഒരു കാലഘട്ടമായപ്പോൾ നമുക്കതിനെ ചെറിയ ചെറിയ കിളികളുടെ ഒരു സ്പീഷീസ് ആയിട്ട് കാണാൻ പറ്റും. അതായത് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന കാക്ക ആയിക്കോട്ടെ, മറ്റുള്ള പക്ഷികളായിക്കോട്ടെ, അത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഡൈനോസർ ആയിരുന്നു. ഈ തിരക്കേറിയ ജീവിതത്തിൽ നമ്മൾ ഒട്ടും തന്നെ മൈൻഡ് ചെയ്യാത്ത ഒരു ഫാക്ടറാണ് പ്രകൃതി എന്ന് പറയുന്നത്. ഇതിന്റെ എഞ്ചിനീയറിംഗ് ബ്രില്യൻസ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ തലയ്ക്ക് മീലെ കിടക്കുന്ന ഒരു സംഭവമാണ്. ഈ ഒരു ടോപ്പിക് വളരെയധികം സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് നോക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ അത് മാക്സിമം ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് ഇനി അടുത്ത വീഡിയോ കാണാം.